ഇടക്കൊച്ചി അരൂർ പാലത്തിന്റെ അരൂർ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൽ അപകട മരണങ്ങൾ തുടർക്കഥയാവുന്നു. അപകടകരമായ ഈ അവസ്ഥ മെട്രോ 7 ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തെങ്കിലും അധികാരികൾ കണ്ണടയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അരൂർ പാലവും അപ്രോച്ച് റോഡും തമ്മിലുള്ള ഉയര വ്യത്യാസമാണ് ഏറെയും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 3 പേരോളം ഇവിടെ അപകടത്തിൽ മരിച്ചു. വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽ അപകട സാധ്യതപ്പെടുത്താനായി ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. 70-ലധികം വർഷം പഴക്കമുള്ള ഇടക്കൊച്ചി അരൂർ പാലം അധികാരികളുടെ ദീർഘകാല അവഗണനയാണ് നിരന്തരം അപകടങ്ങൾക്കിടയാക്കുന്നതെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഞങ്ങൾ ഈ ഫ്ലെക്സ് ഇവിടെ വെക്കാൻ കാരണം അപകടം ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ സ്കൂട്ടറിൽ നിന്ന് വീണ് അയാൾക്ക് ഗുരുതരം പരിക്കുണ്ടായ ആസ്പത്രിയിലാണ്. അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ബുള്ളറ്റിൽ സഞ്ചരിച്ച 2 പേരിൽ ഒരാൾ ഇതിൽ ചാടിയിട്ട് തലയും കുത്തി വീണ് അയാൾ മരണപ്പെടുകയുണ്ടായി. അയാൾ എനിക്ക് ശരിക്കറിയാം, ബാത്റൂമിലുള്ള 20 വയസ്സുള്ള അമ്മയെ ആ വീട്ടിൻ്റെ ഒരു അത്താണിയായിരുന്നു. ഇനിയൊരു തുടർക്കഥ വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. എല്ലാ യാത്രക്കാരും ഇതൊരു ശ്രദ്ധയായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയാം. വളരെ ചുരുക്കം കുറച്ച് നാളായിട്ടുള്ളൂ ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ഈ താഴ്ച വന്നിട്ട്. ഇത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇനി അപകട മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക. നിരവധി പേർക്ക് ഇവിടെ അപകടങ്ങളിൽ അംഗവൈകല്യം സംഭവിക്കുകയും മരണങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും വിമർശനമുയരുന്നുണ്ട്. നമ്മൾ തന്നെ വണ്ടിയായിട്ട് വരുമ്പോ തന്നെയില്ലേ നമ്മൾ പുറകിരിക്കുന്ന ആള് നേരെ തെറിച്ചു പോണേ. കാരണം നമ്മൾ പെട്ടെന്ന് വരുമ്പോ തന്നെ നമുക്കൊന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കിഡായി പോകും. പക്ഷെ തെറിച്ചു പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു കുഴി കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ദിവസം മരിച്ചത് എൻ്റെ അനിയനാണ് ബാത്റൂമില്. ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ അരൂര് നാട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിനകത്ത് ഇടക്ക് മെയിൻ്റെനൻസ് ചെയ്യും, അല്ലാണ്ട് വേറെ ഇത് വേണ്ട. ഇപ്പൊ തന്നെ വണ്ടി ചവിട്ടിയിട്ട് പോകണം. പക്ഷെ വണ്ടി ചവിട്ടിയിട്ട് പോകേണ്ട വണ്ടിയല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ത്രൂ ആയിട്ട് പോകേണ്ട വണ്ടിയാണ്. അതിനൊരു സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാണ് ഇതാക്കാൻ നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഒന്നും ഇപ്പം എൻ്റെ അനിയൻ മരിച്ചപ്പോൾ എനിക്ക് ആകെ ഇതായിപ്പോയി. കാരണം ഇവിടെ വെച്ച് മരിച്ചതാണ്, പാത്രത്തിലാണ് വീട്. പക്ഷെ എന്നിട്ടും ഇവിടെ വെച്ച് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. വെള്ളിയാഴ്ച രാത്രിയിലാണ് അരൂർ ഭാഗത്തേക്ക് എത്തിയ ബൈക്ക് റോഡിന്റെ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടത്തിൽ എറണാകുളം സ്വദേശിയായ ആന്റണി സംവിൻസെന്റ് ഗുരുതരമായി പരിക്കേറ്റ് പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. അപകടങ്ങളെക്കുറിച്ച് പോലീസ് പലതവണ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അനങ്ങാപ്പറ നയമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. എറണാകുളം ജില്ലയെ ആലപ്പുഴ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാന ഹൈവേയായ അരൂർ പാലം വഴിയാണ് ദിവസേന അനേകം വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഈ അവസ്ഥയെക്കുറിച്ച് മെട്രോ 7 ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യാത്രക്കാരുടെ ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾ പോലും അവഗണിക്കപ്പെടുന്നതോടെ ജനജീവിതം തന്നെ അപകടത്തിലാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ അരൂര് മാർക്കറ്റിലേക്ക് കുറച്ച് മീനുമായിട്ട് തന്നെയാണ് രാത്രി ഒരു ഏകദേശം വെളുപ്പം കാലത്താണ് വന്നതപ്പോൾ ഞാനിത് സ്ഥിരം പോകണമെങ്കിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. ഞാൻ എൻ്റെ വണ്ടിയും കൂടി ചാടിയിട്ടാണെങ്കിലും എൻ്റെ ഉള്ളിലിരുന്ന ചെമ്മിനൊക്കെ ആയിട്ട് പുറത്തേക്കാണ് പോയത്. ഇതേപോലെ തന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർക്ക് ഇതേപോലെ ഇങ്ങനത്തെ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകണേന്. അപ്പോൾ സാധാരണ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്ത് വന്നാലും അധികാരികൾ കാണേണ്ടതാണ്. ഇതിന് യാതൊരു പ്രതിവിധിയും ഇല്ല. സാധാരണ ഇതിപ്പോൾ എന്ത് ചെയ്താലും പിന്നെയും ഇങ്ങനെ വന്നോണേ. ഇതെന്തെങ്കിലും ചെയ്താണെങ്കിലും ഇത് പ്രായോഗികമായിട്ട് ആൾക്കാർക്ക് പോകാനുള്ള രീതിയിൽ ഒരു ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ഇപ്പോഴുള്ള ആരാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് അവരൊന്ന് മുൻകൈ എടുത്ത് ഇതിന് ചെയ്യുക. ഇതിൽ നമ്മൾ പ്രാദേശികമായിട്ട് ഇവിടെയുള്ള ആൾക്കാർ പിന്നെയും മനസ്സിലാക്കും. പുറമേ നിന്ന് വന്ന ആൾക്കാർ ഇതിൽ വീണ് ഇപ്പം മുമ്പ് കടന്ന പോലെ ആക്സിഡന്റിൽ ഒരു പയ്യൻ മരിക്കുകയുണ്ടായി. ഇതിനു മുമ്പും പല ആക്സിഡന്റ് ഉണ്ടായി. ഓട്ടോറിക്ഷ തൊഴിലാളികളായ MV സോമൻ, PK ഗോപി, MM ഷിബിൻ, PS ധനീഷ്, IK കുഞ്ഞുമോൻ, രമേശൻ തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, അരൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്